ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്മാസ്തരങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഇന്ന് വെള്ളിയാഴ്ച കുറേ ദിവസങ്ങളായിട്ട് വീഡിയോസോ ഷോർട്സോ ഒന്നും ഇടുന്നില്ലായിരുന്നു കേട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു താല്പര്യമില്ലായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ചെറിയ കുക്കിംഗ് കാണിക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ചെറിയ തണുപ്പും കാറ്റൊക്കെയാണ്. പിന്നെ വെയിലൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പം സമ്മറൊക്കെ പോയി വിൻ്ററൊക്കെ സ്റ്റാർട്ട് ചെയ്തില്ലേ, അപ്പം അതിൻ്റേതായിട്ടുള്ള ചേഞ്ചസ് ഒക്കെയാണ്. അങ്ങനെ പോകുന്ന കാര്യങ്ങൾ. പിന്നെ നിങ്ങൾക്കൊക്കെ എന്നാണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. ഞങ്ങളും ഇവിടെ ദൈവം അനുഗ്രഹിച്ച് സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. എല്ലാവരും വീഡിയോ കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. താങ്ക് യു. ഞാൻ ഇന്നത്തെ കുക്കിംഗ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മലയാളി ഷോപ്പിൽ ചെന്നപ്പോഴത്തേക്കും കുറേ വെണ്ടയ്ക്ക കിട്ടി കേട്ടോ. അപ്പം വെണ്ടയ്ക്ക എനിക്ക് വലിയ ഇഷ്ടമുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ വലിയ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാ പ്രാവശ്യവും നീളത്തിലാണ് ഇങ്ങനെ മുറിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വട്ടത്തിൽ തന്നെ മുറിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നൊരു വെണ്ടയ്ക്ക തോരനാണ്. നിങ്ങളെല്ലാം നാട്ടിൽ എല്ലാവരും ഉണ്ടാക്കുന്നതെന്ന് അറിയാം, എങ്കിലും ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരു വീഡിയോ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്കയൊക്കെ നന്നായിട്ട് കഴുകി ഞാൻ അതിനകത്ത് കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളകും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് നമ്മുടെ വെളുത്തുള്ളി ചതച്ചും അങ്ങ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ സ്പ്രിംഗ് ഒണിയൻ ഒരു 3-4 പീസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ അതും കൂടെ അങ്ങ് മുറിച്ചിട്ടു കേട്ടോ. കാരണം അല്ലെങ്കിൽ അത് വെറുതെ കളയേണ്ടി വരും. 3-4 തണ്ടായിട്ട് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂടെ അങ്ങ് ഇട്ടു. ഇനിയിപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ടിട്ട് കുറച്ച് തേങ്ങായും എല്ലാം കൂടെ അങ്ങ് ആഡ് ചെയ്ത് നമുക്ക് ഒരു നല്ല വെണ്ടയ്ക്ക തോരൻ ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ സവാള എല്ലാം കണ്ടിച്ചിവിടെ ഇതാണ്ടേ ഒന്ന് പഴറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ എന്നോട് 1-2 പേര് പറഞ്ഞു അപ്പോൾ പാത്രമൊക്കെ മാറ്റാനായിരുന്നു. അപ്പം പാത്രം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര നല്ല പാത്രം മേടിച്ച് കഴിഞ്ഞാലും ഞാൻ എപ്പം ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് എന്നാ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉപയോഗിച്ചിട്ട് ഞാൻ ഡിഷ് വാഷറിനകത്തോട്ട് വെക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല ഹൈ ചൂടുവെള്ളമല്ലേ ഡിഷ് വാഷറിനകത്ത് വരുന്നത്. അപ്പം ഇങ്ങനത്തെ കോട്ടിങ്ങുള്ള പാത്രങ്ങൾ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ ആ ചൂടുവെള്ളത്തിൽ നല്ല ഹൈ ഡിഗ്രി ചൂടുവെള്ളത്തിലാണല്ലോ നമ്മൾ ഡിഷ് വാഷർ പ്രവർത്തിക്കുന്നത്. അപ്പം അതുകൊണ്ടെങ്ങാണ്ടാണ് ഇതിൻ്റെ കോട്ടിങ് പോകുന്നത്. അത് മാത്രമല്ല, ഞാൻ ചില നേരത്ത് ഒരു മണ്ടത്തരം കാണിക്കും. ഈ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ സാധാരണ നമ്മൾ സ്റ്റീലിൻ്റെ സ്പൂണ് വെച്ച്, ഇങ്ങനത്തെ ഉപയോഗിക്കാതെ സ്റ്റീൽ സ്പൂൺ വെച്ച് ഞാൻ മിക്സ് ചെയ്യും കേട്ടോ. അപ്പോഴാണ് ഈ പാത്രമൊക്കെ ഇങ്ങനെ ഉറഞ്ഞു തീരുന്നത്. അപ്പോൾ ഇതൊന്നും മേടിച്ചിട്ട് അധിക നാളൊന്നും ആയിട്ടില്ല. പക്ഷെ എൻ്റെ പ്രയോഗത്തിൻ്റെ കൂടുതൽ കൊണ്ടാണ്. എന്തായാലും ഇത് മാറ്റണം. പിന്നെ നമ്മുടെ നാട്ടിൻപുറത്ത് നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മുടെ നാട്ടിൽ എന്നാ പറയണ്ടേ, ഒരു 1, 2, 3 പാത്രങ്ങളെങ്കിലും ഇങ്ങനെയൊക്കെ കാണിയില്ലേ, ഇച്ചിരി കോട്ടിങ് കുറഞ്ഞതൊക്കെ. ഓടി ഇപ്പം ഒരു പാത്രം ഒരു ഇച്ചിരി കോട്ടിങ് പോയെന്ന് വിചാരിച്ച് ഇപ്പം പോയി ആരെങ്കിലും മേടിക്കുന്നുണ്ടോ? പിന്നെ സമയം കിട്ടുന്ന പോലെയല്ലേ പോയി മേടിക്കുന്നത്. പിന്നെ അതുകൊണ്ട് കൂടുതൽ പദവിയൊന്നും ഞാൻ കാണിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനത്തെ ഈ പരിപാടികൾ, ഈ പറഞ്ഞ പോലെ സ്പൂണ് കൊണ്ടുള്ള പരിപാടികളൊക്കെ ഞാൻ അതുകൊണ്ടുണ്ടല്ലോ, ഈ ഒരു പാത്രം 1-2 പാത്രം ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ മറ്റ് നല്ല പാത്രങ്ങളൊക്കെ, അതായത് ഇങ്ങനത്തെ കോട്ടിംഗ് ഉള്ള പാത്രങ്ങളൊക്കെ ഞാനുണ്ടല്ലോ ആ പ്രയോഗം അങ്ങ് നിർത്തി. സ്പൂണ് വെച്ച് മിക്സ് ചെയ്യുന്ന പരിപാടികളൊക്കെ നിർത്തി. അതുപോലെ ഡിഷ് വാഷറിനകത്ത് ഉള്ള പ്രവർത്തിപ്പിക്കലൊക്കെ നിർത്തി. അതുകൊണ്ട് കുറേ പാത്രങ്ങൾ നന്നായിട്ട് തന്നെ ഇരിപ്പുണ്ട്. എന്ന് വെച്ച് ഇത് കളയാനും തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴറ്റി കേട്ടോ. വഴന്ന് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ആഡ് ചെയ്യാം. ഇതാണ്ട് നമ്മുടെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ആഡ് ചെയ്ത് ഇനി നന്നായിട്ട് കൈ വെച്ചങ്ങോട്ട് നമ്മുടെ കൈ വെച്ചങ്ങോട്ട് 2 കൈയല്ല കേട്ടോ, വീണ്ടും 2 കൈ എന്നാണ് പറഞ്ഞു വരുന്നത്. നമ്മുടെ കൈ വെച്ച് അങ്ങോട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക കേട്ടോ. എല്ലാവരും പറയും ഇപ്പം, കൈ വെച്ചാണോ മിക്സ് ചെയ്യുന്നത്, സ്പൂൺ ഉപയോഗിക്കത്തില്ലേ എന്നൊക്കെ. നമ്മുടെ കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് നമ്മളിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് കൈ കൊണ്ട് തന്നെയാണ് ഞാൻ പ്രയോഗം നടത്തുന്നത്. നമ്മുടെ കൈ വെച്ച് അങ്ങോട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക നമ്മുടെ പച്ചക്കറി. കണ്ടോ,
പിന്നെ ഞാൻ നമ്മുടെ സവാളയൊക്കെ വെന്തപ്പോഴത്തേക്കും വഴന്നു വന്നപ്പോഴത്തേക്കും നമ്മുടെ ഈ പച്ചക്കറി നമ്മുടെ വെണ്ടയ്ക്ക ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം തട്ടിപ്പൊത്തി നമുക്ക് വെക്കാം കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ തണുപ്പൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇന്ന് കഞ്ഞിയാണ് ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ കഞ്ഞി ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണിക്കാം. പിന്നെ കഞ്ഞിയുടെ കൂടെ നല്ല പച്ചമീൻ നമ്മുടെ മത്തി വറുത്തതുണ്ട്, മോരുകറിയുണ്ട്, അച്ചാറുണ്ട്, പിന്നെ ഈ പറഞ്ഞ ഈ ഉണ്ടാക്കുന്ന തോരനുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ചിക്കൻ ഇങ്ങനെ ചിക്കൻ്റെ സ്ലൈസ് അത് ഇങ്ങനെ നല്ലൊരു ചെറിയ തോരൻ പോലെ വെക്കാം എന്ന് വിചാരിച്ചു. അപ്പം അതുകൂടെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചക്കത്തെ ഫുഡ് കേട്ടോ. ഞാൻ ഈ നമ്മുടെ ഇന്നത്തെ തോരൻ ഞാൻ അടച്ചു വെക്കുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ഒട്ടിപ്പിടിക്കുന്ന സംഭവം ഇത് കുറയല്ല. അപ്പം തുറന്ന് നോക്കുകയാണെങ്കിൽ അധികം ഒട്ടിപ്പിടിക്കുകയെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്, അറിയില്ല. എന്തായാലും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പിന്നെ ഇതാണ്ട് ഞാൻ കഞ്ഞി ഓൾറെഡി തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ തിളപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്കാത്തോരൻ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അതിനിടയ്ക്കാണ്ട് ഒരാൾ എൻ്റെ പുറകെ വന്ന് നിൽക്കുന്നു. അതാണ്ടേ പുള്ളിക്ക് എന്തോ കഴിക്കാൻ വേണ്ടിയാണ് ഓടി വരുന്നത് കേട്ടോ. പുള്ളി ഇവിടം വരെ കയറത്തുള്ളൂ, ഇതിനപ്പുറം അകത്തോട്ട് പോകത്തില്ല കേട്ടോ. അപ്പോൾ പുള്ളി ഭയങ്കര എൻജോയ് ചെയ്യാണ്. പിള്ളേരൊക്കെ സ്കൂളിൽ പോയിരിക്കുകയാണ്. അപ്പം പുള്ളി ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് പിള്ളേർ വരാൻ വേണ്ടി. പിന്നെ മാത്രമല്ല ഉച്ചയ്ക്ക് പുള്ളിക്ക് രാവിലെ വന്നവിടെ അനുകൊണ്ട് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കുറേ കൊടുക്കും. അപ്പോൾ അതൊക്കെ കഴിച്ച ശേഷം പുള്ളി ഭയങ്കര എൻജോയ്മെൻറ്റാണ്. ഓട്ടം അങ്ങോട്ടോടും ഇങ്ങോട്ടോടും. ഇവിടെ ഈ അടുക്കളയുടെ ഭാഗത്തൊക്കെ ഇത്രേ കയറത്തുള്ളൂ, മുന്നോട്ട് അകത്തോട്ട് കയറി പോകത്തില്ല. പുള്ളി മണത്തമൊക്കെയാണ്, ഒന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം ഞാൻ ഇവിടെ എല്ലാം അടിച്ചു വാരി ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ പറഞ്ഞു വന്നേ കേട്ടോ. അതാണ്ട് നമ്മുടെ തോരൻ അടിപൊളി, നമ്മുടെ വെണ്ടയ്ക്കാത്തോരൻ ഇങ്ങനെ സെറ്റായിട്ടുണ്ട്. പിന്നെ കഞ്ഞിയൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. പിന്നെ ഈ പറയുന്ന പോലെ ആരോ കേട്ടറിവുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഇതിൻ്റെ അടച്ചു വെക്കാതിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ പശവശപ്പ് കുറയുന്നു. പക്ഷേ ഒരു പശവശപ്പിന് കുറവുമില്ല കേട്ടോ. ഭയങ്കര പശ തന്നെയാണ്. വെണ്ടയ്ക്ക എപ്പോഴും എന്നാ പറഞ്ഞാലും വെണ്ടയ്ക്ക തന്നെയാണ് അല്ലേ. പക്ഷേ നല്ലതാണ് ഇങ്ങനെ നമുക്ക് കഞ്ഞിയൂടെ കഴിക്കാൻ. ഇനി നമുക്ക് നമ്മുടെ ചോറിൻ്റെ കണ്ടീഷൻ നോക്കട്ടെ. കഞ്ഞി ഇവിടെ ഏകദേശം തിളച്ച് വരുന്നുണ്ട്. അപ്പം ഞാൻ കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ടില്ല കേട്ടോ. അത് ഞാൻ നമ്മുടെ തോരനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ നമ്മുടെ നേരത്തെ കാണിച്ച ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ്റെ ആ കട്ട് ചെയ്ത പീസ് അത് ഞാൻ കുറച്ചും കൂടി ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ചിക്കൻ തോരൻ പോലെ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. കഴിഞ്ഞ ഇടയ്ക്ക് എൻ്റെ ഒരു കൂട്ടുകാരത്തി പറഞ്ഞു ഇങ്ങനെ ചിക്കൻ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ സാധാരണ എന്നാ പറയണ്ടേ ബീൻസൊക്കെ അരിയുന്ന പോലെ കുഞ്ഞു കഷ്ണങ്ങൾ, അത്രയും നമുക്ക് ചെറുതാക്കാൻ പറ്റത്തില്ല. കാരണം ഇത് ഇങ്ങനെ പൊട്ടി പോകുന്ന ചിക്കനല്ലേ. അതിങ്ങനെ ചെറിയ രീതിയിൽ കത്തി വെച്ച് ഞാൻ മുറിച്ച് ഇതുണ്ടോ ഇങ്ങനെ ചെറിയ പീസുകളാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തോരൻ പോലെ ഉണ്ടാക്കാം കേട്ടോ. അതിൻ്റെ കൂടെ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു പച്ചമുളക്, പിന്നെ കറിവേപ്പില എടുക്കണം. അപ്പോൾ നമുക്ക് ഇത് സാധാരണ നമ്മൾ തോരൻ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാൻ കാണിക്കാം. അങ്ങനെ ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് ഇതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുകയാണ്. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കനും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. അങ്ങനെ ഞാൻ ഇതിനകത്തോട്ട് നമ്മുടെ ചിക്കനൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇതാണ്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് അടച്ചു വെച്ചാൽ മതി കേട്ടോ. ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നമ്മുടെ കറിവേപ്പില മുകളിൽ കൂടെ വേണമെങ്കിൽ ഇടാവേ, ഏറ്റവും ലാസ്റ്റ് കേട്ടോ. ഇപ്പം ഇതൊന്ന് അടച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് കറിവേപ്പില ഇങ്ങനെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് വിനാഗിരി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുണ്ടോ, നല്ല തോരനാണ്, നല്ല ടേസ്റ്റാണ്. ഞാൻ കഴിച്ച് നോക്കി കേട്ടോ. നമ്മുടെ ചോറിൻ്റെ കൂടെ അല്ലേ കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഇങ്ങനെ കുഴച്ച് കഴിക്കാൻ പറ്റിയത് നല്ലതാണ്. പിന്നെ ഇതാണ് നന്നായിട്ട് നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ചിക്കനകത്ത് നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വരും കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ, ചെറിയൊരു പാചകങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ. താങ്ക് യു സോ മച്ച്.